നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ സ്വദേശികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നടപടികൾ കടുത്തതോടെ ദിനംപ്രതി പ്രവാസികൾക്ക് അഗ്നിപരീക്ഷ തന്നെ. സൗദി അറേബ്യ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്നും നിരവധി പ്രവാസികൾക്ക് ഇതിനോടകം തന്നെ ജോലി നഷ്ടമായിട്ടുണ്ട്. ഘട്ടം ഘട്ടമായിട്ടാണ് സ്വദേശിവൽക്കരണം സൗദി അറേബ്യ നടക്കുന്നത്. ഇതുമൂലം നിരവധി തസ്തികകൾ പ്രവാസികൾക്ക് നഷ്ടമായിട്ടുണ്ട്. അങ്ങനെ നയങ്ങൾ ശക്തമായി തുടർന്ന സൗദിയിൽ കൂടുതൽ തൊഴിൽ മേഖലകൾ കൂടി പ്രവാസികൾക്ക് അന്യമാക്കുകയാണ്. രാജ്യത്തെ ഫൺ സിറ്റികളിലെയും കുടുംബ വിനോദ കേന്ദ്രങ്ങളിലെയും പ്രധാന ജോലികളാണ് സൗദികൾക്ക് മാത്രമാക്കി മാറ്റാൻ സൗദി മനുഷ്യവിഭവ സാമൂഹിക വികസന മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നത്. ഇതോടെ ഈ മേഖലകളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടമാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. അതായത് ഫൺ സിറ്റികളിലെയും മോളുകളിലെയും 100% ജോലികളും സീസണൽ ഫൺ സിറ്റികളിലെയും ഫാമിലി റിക്രിയേഷൻ സെന്ററുകളിലെയും 70% ജോലികളും സൗദികൾക്ക് മാത്രമാക്കാനാണ് തീരുമാനമെന്ന് മനുഷ്യവിഭവ സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ റാജിഹി വ്യക്തമാക്കിയിരിക്കുകയാണ്. 2022 സെപ്റ്റംബർ 23 മുതലാണ് ഈ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരിക. ഇതിനു മുമ്പായി നിലവിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഫൺ സിറ്റികളിലെയും റിക്രിയേഷൻ കേന്ദ്രങ്ങളിലെയും ബ്രാഞ്ച് മാനേജർ, ഡിപ്പാർട്ട്മെന്റ് മാനേജർ, ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ, ക്യാഷ് സൂപ്പർവൈസർ, കസ്റ്റമർ സർവീസ് ജോലികൾ, സെയിൽസ് സ്പെഷ്യലിസ്റ്റ്, മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ പ്രധാന ജോലികളെല്ലാം തന്നെ സൗദികൾക്കായിരിക്കും ഇനി നൽകുക. എന്നാലോ ഇവിടങ്ങളിൽ ചില ജോലികളെ സൗദിവൽക്കരണത്തിൽ നിന്നും ഒഴിവാക്കിയതായി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ശുചീകരണ പ്രവൃത്തികൾ, ലോഡിംഗ്, അൺലോഡിംഗ്, പ്രത്യേക പരിശീലന സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ചില ഗെയിമുകളുടെ നടത്തിപ്പ് തുടങ്ങിയവയാണ് പ്രവാസികൾക്ക് മാത്രമാക്കി മാറ്റിവെച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൗദി യുവതിയുവാക്കൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു നൽകുകയെന്ന ഭരണകൂടത്തിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതിയെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിൽ കമ്പോളത്തിൽ സൗദി പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ഇതിലൂടെ രാജ്യത്തിന്റെ വികസനത്തിൽ അവരുടെ പങ്ക് ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഈ മേഖലകളിൽ നിതാഖാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന സൗദിവൽക്കരണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട സർക്കുലർ സ്ഥാപനങ്ങൾക്ക് അയച്ചു നൽകിയിട്ടുമുണ്ട്. നിശ്ചിത ശതമാനം സൗദികളെ ജോലിക്ക് വയ്ക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന പിഴ ഉൾപ്പെടെയുള്ള നടപടികളും ഇതിൽ വിശദീകരിച്ചിരിക്കുകയാണ് അധികൃതർ. അതേസമയം സൗദി അറേബ്യയിൽ രണ്ടാം ഘട്ട സ്വദേശിവൽക്കരണം മാർച്ച് 28 മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 300 ചതുരശ്ര മീറ്ററിൽ കുറയാത്ത വിസ്തീർണമുള്ള എല്ലാ കാറ്ററിംഗ് സ്റ്റോറുകൾക്കും 500 ചതുരശ്ര മീറ്ററിൽ കുറയാത്ത വിസ്തീർണമുള്ള സൂപ്പർ മാർക്കറ്റുകളിലുമാണ് സ്വദേശിവൽക്കരണം നടപ്പിലാക്കി വരുന്നത്. ഇത്തരത്തിൽ നിരവധി പ്രവാസികൾക്ക് ഇതിനോടകം തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇതിന് പിന്നാലെയാണ് പുതിയ മേഖലകൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെയിൽസ് ഔട്ട്ലെറ്റുകളിലെ സെക്ഷൻ സൂപ്പർവൈസർ, ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ, അക്കൗണ്ടിംഗ് ഫണ്ട് സൂപ്പർവൈസർ, കസ്റ്റമർ സർവീസ്, ഉപഭോക്തൃ അക്കൗണ്ടന്റ് എന്നീ തസ്തികകളിൽ 100%, ഡിപ്പാർട്ട്മെന്റ് മാനേജർ, ബ്രാഞ്ച് മാനേജർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ എന്നീ മേഖലകളിൽ 50% സ്വദേശിവൽക്കരണത്തിന്റെ തോത് നിർണയിച്ചിരിക്കുകയാണ്. മന്ത്രാലയം അനുവദിച്ചിട്ടുള്ള 360 ദിവസത്തെ ഗ്രേസ് കാലാവധി മാർച്ച് 27 അവസാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ മേഖലകൾ കൂടി പുതിയ ഉത്തരവ് സൗദി അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഇനിയും കൂടുതൽ പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.